ആണ് ഞാനേ നമ്മുടെ ആ ലാപ്പ് മാക്ക് ശരിയാക്കാൻ വേണ്ടി എവിടെ ശരിയാക്കുന്നത്? ശരിയാക്കുന്നത് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗൾഫിലായിരുന്നു ഇതിന്റെ സർവീസും കാര്യങ്ങളും അവിടെ ആയിരുന്നു, കടയും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ നാട്ടില് ആരെങ്കിലും അത്യാവശ്യം കൂട്ടുകാരെന്തെങ്കിലും കൊണ്ടുവരുമെങ്കിൽ നോക്കി കൊടുക്കും. ഇപ്പൊ കൃഷിയാണ് കൂടുതലും, മെയിൻ കൃഷിയാണ്. കൃഷി നമ്മൾ മിക്സ് എല്ലായിട്ടും എല്ലാം കാര്യം എള്ള് ചെയ്യുന്നുണ്ട്, നെല്ലുണ്ട്, അടുത്ത് എള്ളുണ്ട്. ഏക്കറിനകത്താണ് 2-3 ഭാഗത്തായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ കൂടുതലും മിക്സഡ് ഫാമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പശുവുണ്ട്, ആടുണ്ട്, കുറച്ച് കോഴി. നല്ല വെയിലായിട്ട് നിൽക്കുകയാണ്. അല്ല, നമ്മുടെ മനസ്സിൽ അന്നും ഈ ഗൾഫിൽ പോകുന്നതിന് മുമ്പും കുഞ്ഞുനാൾ തൊട്ടേ ഒരു കൃഷിയും കാര്യങ്ങളുമായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു. എന്നാൽ കൃഷി തന്നെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരിക്കലും ഒരു കർഷകനും കൃഷി നഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. കൃഷിയിൽ നമ്മൾ കൈക്കൊള്ളുന്ന ചില രീതികളാണ് കൃഷി നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ നാട്ടുകാർക്ക് എന്ത് ഐറ്റംസാണ് വേണ്ടത് അതിനെ ഞാൻ ആദ്യം സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ആ സ്റ്റഡി ചെയ്ത് അതനുസരിച്ചുള്ള കൃഷി രീതികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാർക്കറ്റിങ്ങിനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതുതന്നെയാണ് IT ഫീൽഡ് വിട്ട് ഗൾഫിലെ വൈറ്റ് കോളർ ജോലിയെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് അതിഗംഭീരമായി കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്. അന്നേരം ഈ കൃഷി അതിഗംഭീരമായിട്ട് തന്നെ വരും കാലങ്ങളിലെല്ലാം നല്ല പാഷനാണ് കൃഷി. കാണാനുണ്ട് കൊല്ലത്തൊന്നും. കാരണം ഈ നിഹാദ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ നാടിനെ അറിഞ്ഞ് അല്ലേ, നാട്ടുകാർക്ക് എന്ത് വേണം അത് മനസ്സിലാക്കി ആ കൃഷിയും ആ രീതികളും അവലംബിച്ചാൽ നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള വകയൊക്കെ കൃഷി നൽകും, മണ്ണ് നൽകും എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിഹാദ്. ഒരുപാട് പേരുണ്ടോ ഇതുപോലെ ചെറുപ്പക്കാർ. അപ്പോൾ നമ്മളെ എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ആളുകളാണ്. എന്താണ് നിഹാദിൻ്റെ ഒരു രഹസ്യമായിട്ടൊക്കെ പങ്കുവച്ച കാര്യങ്ങൾ കാണാം. നിഹാദ് ഒരു ഓണാട്ടുകരക്കാരനാണ്, എൻ്റെയൊക്കെ നാട്ടുകാരനാണ്. കൊച്ചുനാൾ മുതൽ തന്നെ കൃഷിയെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തി ഈ ജോലിയുടെ ഭാഗമായി അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ചെറുപ്പകാലത്ത് അദ്ദേഹം വിദേശത്തേക്ക് പോയി. അതിനുശേഷം അവിടെ മൊബൈൽ IT മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിച്ചു. പിന്നീടാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ ലാപ്ടോപ്പുകളൊക്കെ തന്നെ ശരിയാക്കുന്ന ജോലിയിലേക്ക് പോയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ഒരു AC മുറിയിലിരുന്ന് ആ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാമായിരുന്നു. കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് വന്ന് കൃഷിയിലേക്ക് മാറണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായതും. അങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നാട്ടിൽ തിരിച്ചു വന്ന് ആദ്യം എള്ള് കൃഷിയാണ് ആരംഭിച്ചത്. എള്ള് കൃഷി എന്ന് പറയുമ്പോൾ കോണാട്ടുകരയിൽ സാധാരണ 2 തവണ നെല്ല് കൃഷിയും അതിനുശേഷം ഒരു 3 മാസം കൊണ്ട് വിളവെടുക്കുന്ന തരത്തിലാണ് എള്ളിൻ്റെ രീതി. ആ എള്ള് കൃഷിയും കൂടി നടത്തി. അങ്ങനെയാണ് ഓണാട്ടുകരയിലെ കൃഷി. ആ എള്ള് കൃഷി നടത്തി ഒപ്പം തന്നെ മറ്റ് പച്ചക്കറികളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നു. അപ്പം ഒരു കാർഷിക സ്റ്റാള് നടത്തുന്നുണ്ട്. അവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ വിൽക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാള് നടത്തുന്നുണ്ട്. അപ്പം തന്നെ കോഴിയും മറ്റ് പശുവും എല്ലാം തന്നെ ഉണ്ട്. അതായത് എല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര കൃഷി രീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എപ്പോഴും പല ആൾക്കാരും വൈറ്റ് കോളർ ജോബ് തന്നെ വേണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും. ഒപ്പം തന്നെ കൃഷിയിലേക്ക് തിരിഞ്ഞാൽ എന്തായിരിക്കും ലാഭം ഉണ്ടാകുക എന്നുള്ള ഒരു സംശയമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞ് ചെയ്താൽ നഷ്ടം വരുത്തില്ല എന്ന നിഹാദിന്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ അത്